കരിക്കൊടി സമരം ട്രേഡ് യൂണിയൻ രംഗത്തുള്ളൊരു ശ്രദ്ധിക്കപ്പെട്ട സമരമാണല്ലോ. അതിനോട് ബന്ധപ്പെട്ട് പിന്നെ വ്യക്തിജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ അല്ലേ? അന്തിക്കാടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുഴയോരത്ത് ഉള്ള ഒരു തൊണ്ടുതെല്ല് കേന്ദ്രം ആണ് ഈ കരിക്കൊടി. അതുമായി ബന്ധപ്പെട്ടുള്ളൊരു സഹകരണ സംഘമാണ്, തൊഴിലാളികളുടെ സഹകരണ സംഘമാണ് കരിക്കൊടി സഹകരണ സംഘം എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടിരുന്നു. അവിടുത്തെ തൊഴിലാളികളിൽ ഇടയിലൊരു പ്രശ്നം ഉയർത്തി തോന്നുന്നത് ആ സൊസൈറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീ, അവരുടെ ഭർത്താവൊക്കെ ഉൾപ്പെടുന്ന ആളുകൾ ഈ സാംസ്കാരിക വേദിയൊക്കെയായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. അതിനോട് അങ്ങനത്തെ ഒരു പ്രശ്നത്തെ നേരിടുക എന്നുള്ള രീതിയിൽ അന്ന് ഈ കരിക്കൊടി സഹകരണ സംഘത്തിൻ്റെ നേതൃത്വം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിലാണ്. അവർ ഈ സെക്രട്ടറിയെ പുറത്താക്കുന്നു, എന്തോ യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു കുറ്റം ആരോപിച്ചുകൊണ്ട് പുറത്താക്കുന്നു. അപ്പോൾ അതിനെതിരായിട്ട് അവിടുത്തെ തൊഴിലാളികൾ സമരം ആരംഭിച്ചു. അവരെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം അന്യായമാണ് എന്നുള്ളത്. അപ്പോൾ അത് സാംസ്കാരിക വിരുദ്ധ പ്രവർത്തകർ അത് ഏറ്റെടുക്കുന്നു ശരിക്കും. അപ്പോൾ ആ ഭാഗത്തൊക്കെ തന്നെ സാംസ്കാരിക വിരുദ്ധ പ്രവർത്തകരുണ്ട്. ആ സമരം മൊത്തം അവർ ഏറ്റെടുക്കുകയും അതൊരു വലിയ ഇതായി മാറുന്നു. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളും യുവാക്കളൊക്കെ ആയിട്ടുള്ള പ്രവർത്തകർ പലരും വന്ന് ആ സമരത്തിന് പിന്തുണ കൽപ്പിക്കുകയും ദിവസവും പിക്കറ്റിങ്ങും പല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കേന്ദ്രമായി മാറിയത് അതിൽ തന്നെ ആ സഹകരണ സംഘത്തിൽ തൊഴിലാളിയായിരുന്ന ഒരു കുടുംബമുണ്ട്. അതിൽ രണ്ട് പേര് തൊഴിലാളികളായിരുന്നു. അവരുടെ വീട് ഒരു വലിയൊരു പരിധി വരെ ഈ ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന പ്രവർത്തകരുടെയൊക്കെ ഒരു കേന്ദ്രമായി മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു തവണ അവിടെ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി കൂടാൻ വേണ്ടിയിട്ട് അവിടെ തീരുമാനിക്കുകയും ആ വീട്ടിൽ വെച്ചിട്ട്, ആ വീട്ടിന് അടുത്ത വീട്ടിലാണെന്ന് തോന്നുന്നു വെച്ച് പാർട്ടി കമ്മിറ്റി കൂടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാലത്ത് അവിടുത്തെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഭരതേട്ടൻ, മറ്റേ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പങ്കെടുത്തിരുന്ന ഭരതേട്ടൻ ആ പ്രദേശങ്ങളിൽ തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ ഭാഗങ്ങളിലൊക്കെ വരാറുണ്ട്. ഞാനപ്പോൾ ഭരതേട്ടനോടൊരു കാര്യം പറയുകയുണ്ടായി. അപ്പം അന്ന് ഈ നേരത്തെ ജനകീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ച പോലെ ഈ ഭീകരവാദ സംഘടനയുടെ സമീപനമുള്ള സമയത്ത് ഇതിൽ പ്രവർത്തിക്കുന്നവരാരും തന്നെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ധാരണ ഉണ്ടായിരുന്നത്. ഭീകരവാദ പ്രവർത്തനം എപ്പോഴെങ്കിലും ജയിലിലാവാം, സ്റ്റേബിളാം എന്നൊക്കെയുള്ള അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ അതൊക്കെ വിട്ടിട്ട് ഇപ്പം ഒരു ജനകീയമായ പ്രവർത്തന ശൈലിയിലേക്ക് എല്ലാവരും നീങ്ങിക്കഴിഞ്ഞപ്പോൾ, വിഭജന പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ചിന്താഗതിയിൽ മാറ്റം വരുത്തണം എന്ന രീതിയിൽ ചർച്ച ഞങ്ങളുടെ അവിടെ ഇരുന്നായിരുന്നു. അപ്പോൾ അത് പൊതുവിൽ വിവാഹമൊക്കെ ആകാം എന്നുള്ളൊരു ധാരണയിലേക്ക് പൊതുവിൽ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അതിൽ മുൻകൈ എടുക്കുക ചെയ്യുന്നത്. എൻ്റെ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ടെന്നും അതിന് പറ്റിയ ഒരാളെ കണ്ടെത്തുക എന്നുള്ളൊരു സ്ത്രീയെ കണ്ടെത്തുക എന്നുള്ളത് ഈ ഭരതേട്ടനോടാണ് ഞാൻ പറയണത്. അപ്പോൾ ഞാനൊരു 2-3 മാനദണ്ഡങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അന്നെനിക്കിപ്പോൾ 35 വയസ്സോളായി. 5 വയസ്സ് കൂടുതൽ പ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. മറ്റൊന്ന് ജാതി താഴ്ന്ന ജാതി ആയിരിക്കണം, കഴിയുന്നതും ഒരു തൊഴിലാളി സ്ത്രീ ആയിരിക്കണം എന്നൊക്കെയുള്ള ഒരു 3-4 ആണെന്ന് എനിക്ക് തോന്നുന്നു മാനദണ്ഡം. അപ്പോൾ അത് ഭരതേട്ടനോട് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഭരതേട്ടൻ വന്ന് പറയുന്നത് ഇങ്ങനെ ഒരാളുണ്ട്, ഞാനൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്, കാണാമെന്ന്. അപ്പോൾ അതിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറിയ വീട്ടിലത്തെ സ്ത്രീയാണ്. അവർക്ക് ഏകദേശം 30 വയസ്സിനടുത്തൊക്കെ എത്തിയിട്ടുണ്ട് കഴിക്കാതെ. അപ്പോൾ അവിടെ വച്ചിട്ട് തന്നെ അതിൻ്റെ അടുത്ത കമ്മിറ്റി കൂടുന്ന ദിവസം ഞാൻ ഇവരെ കാണുന്നു, സംസാരിക്കുന്നു, ചെറിയ തോതിലൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ അധികം വിദ്യാഭ്യാസമൊന്നുമില്ല, അത്യാവശ്യം വായിക്കാൻ കഴിയുമോ എന്നുള്ളത് ഞാൻ നോക്കിയിരുന്നു. തൊഴിലാളി സ്ത്രീയാണ്. അത് ഉടനെ തീരുമാനമാകുക ചെയ്യുന്നത്. പാർട്ടി കമ്മിറ്റിയിൽ അറിയിക്കുന്നു. പാർട്ടി കമ്മിറ്റി അന്ന് വാസുരേന്ദ്രബാബുവാണ് ഒരു 3-4 ആഴ്ചയ്ക്ക് ശേഷമുള്ളൊരു ഡേറ്റ് തീരുമാനിക്കുന്നു, വിവാഹം തീരുമാനിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ വിവാഹം നടക്കുന്നത് അവിടെ. ശരിക്ക് അങ്ങനെയാണ് മണിച്ചേച്ചി ജീവിതത്തിലേക്ക് നടന്നു വരുന്നത്. 70-ലാണ് ഈ നക്സലൈറ്റ് തടവുകാർ കേസൊക്കെ വരുന്നത്. 70-71 കാലത്താണ്. 14 കൊല്ലം പൂർത്തീകരിച്ചവരെ വിടാത്തതിൻ്റെ പേരിലാണ് സമരം വരുന്നത്. അതെ. അപ്പോൾ 71 മുതൽക്ക് 84-85 സമയത്താണ്. അത് തന്നെയാണ് ശരി. അത് നമ്മളൊക്കെ പിന്നെ
കോളേജിൽ നിന്ന് അത്തരം ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ജയിലിലേക്ക് കത്തയക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോലീസുകാർ നമ്മളെ അന്വേഷിച്ച് പട്ടാമ്പി സ്റ്റേഷനിൽ നിന്ന് വരികയും, കാരണം കത്തുകൾ അവിടെ എത്തുമ്പോൾ ആരാ എഴുതിയെന്നൊക്കെ അറിയാലോ. രാവണേട്ടനൊക്കെ പുറത്തു വരുന്ന സമരത്തിൽ പങ്കെടുക്കുകയും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന പരിപാടികളായിട്ട് ഒന്ന് ആ സമയത്ത് രാഷ്ട്രീയ തലവരെ വിട്ടയക്കുന്ന സമരത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ഏറെ താമസിയാതെ പിന്നെ പാർട്ടി പടരുന്നുണ്ടല്ലോ. ഉണ്ട്. 87-ലാണ്. അതെ, അത് ഒരു വിശദീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം 2 പ്രശ്നങ്ങളാണ് എൻ്റെ ഓർമ്മയുള്ളത്. ഒന്ന് ദേശീയ മോചനത്തിനെക്കുറിച്ചുള്ള ഒരു നിലപാടും, മറ്റൊന്ന് കപട ജനാധിപത്യം, പരിമിത ജനാധിപത്യം. പരിമിത ജനാധിപത്യം നിലനിൽക്കുന്നതിനെ തിരിച്ചു പിടിക്കേണ്ടതുണ്ടെന്നുള്ള ഒരു നിലപാടും, KVയുടെയൊക്കെ നിലപാട് കപട ജനാധിപത്യം എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് സ്പ്ലിറ്റ് ഉണ്ടാകുന്നത് തോന്നുന്നു. പഞ്ചാബ് ആസാം പ്രശ്നങ്ങളുടെയൊക്കെ സജീവമായി വന്ന 80കളുടെ ആരംഭത്തിലാണത് സജീവമാവുന്നത്. മറ്റേ സുവർണ ക്ഷേത്രാക്രമണം 84 82 ഈ ആസാം പഞ്ചാബ് പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്ന കാലഘട്ടത്തിൽ അതൊരു വിഘടനവാദ പ്രസ്ഥാനങ്ങളാണെന്നുള്ളൊരു പൊതു സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ പിന്നിലൊരു ഭാഷാദേശീയ സമൂഹങ്ങളുടേതായ ഒരു സ്വയം നിർണയാവകാശത്തിന് വേണ്ടിയുള്ള സമരം എന്നുള്ളൊരു വിഷയം എൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിലിടപെടാനുള്ളൊരു ശ്രമം ആണ് എൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ അത് ശരിക്ക് 81-82 കാലത്താണ് ഞാൻ അഖിലേന്ത്യാ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതിന് മുമ്പ് KN രാമേന്ദ്രനാണ് അഖിലേന്ത്യാ തലത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ അധികം സഞ്ചരിച്ചുകൊണ്ടിരുന്ന മുഴുവൻ രാമേന്ദ്രനായിരുന്നു. അപ്പോൾ ഈ ആസാമിലൊക്കെ പോയിട്ട് രാമേന്ദ്രൻ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുള്ളത് ഈ ആസാം പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കാൻ പറ്റില്ല, അതൊരു വിഘടനവാദ സമരം എന്നുള്ള രീതിയിൽ. അത് ബംഗാളിലെ ബംഗാളിൽ ഞങ്ങൾക്ക് പാർട്ടി ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബംഗാളി പാർട്ടി സഖാക്കളാണ് രാമേന്ദ്രനോട് അത്തരം വിശദീകരണം നൽകുന്നത്. കാരണം പൊതുവിൽ ഈ ആസാമിൽ ബംഗാളി ആധിപത്യത്തിനെതിരായിട്ടാണ് ശരിക്ക് ആസാം പ്രക്ഷോഭത്തിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ. ആസാമി ദേശീയതയുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് ബംഗാളി ആധിപത്യത്തിനെതിരായിട്ടുള്ള ഇതാണ്. രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തന രംഗത്തെല്ലാം തന്നെ ബംഗാളികളാണ് മേധാവിത്വം ചെലുത്തുന്നത്. അവിടുത്തെ അതാത് പ്രദേശത്തെ ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും നേതൃത്വപരമായ പങ്കില്ല. ബംഗാളികൾ പൊതുവിൽ എല്ലാ കാര്യങ്ങളിലും മുൻകൈ എടുക്കുന്ന ആളുകളായിരുന്നല്ലോ പൊതുവിൽ, അതുകൊണ്ട് അതുണ്ടായില്ല. അപ്പോൾ ഈ ഒരു വിഷയം രാമേന്ദ്രൻ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഈ അഖിലേന്ത്യാ സെക്രട്ടറിയായിട്ട് 80 മാറിന് ശേഷം രാമേന്ദ്രൻ പരിചയപ്പെടുത്തി തന്ന പല മേഖലകളിലും ഞാൻ പോകാൻ തുടങ്ങി. അപ്പം അങ്ങനെ ആസാമിൽ നിന്നുള്ള ചില സഹാക്കളെ നേരിട്ട് കണ്ട് സംസാരിക്കാനിടയായി. ആസാമിൽ നിന്നൊരു ഡോക്ടറൊക്കെ അന്ന് MBBS പാസ്സായി പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്ന ഡോക്ടറൊക്കെ അന്ന് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു അനുഭാവിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറച്ച് പേരെ കണ്ട് സംസാരിക്കുമ്പോഴാണ് അവർ പറയുന്നത് അവരുടെ പ്രശ്നം ശരിക്കും ബംഗാളി മേധാവിത്വത്തിനെതിരായിട്ടാണെന്നുള്ള വിഷയം പറയുന്നു. അത് ഞാനിവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാമേന്ദ്രനൊക്കെ ആ രീതിയിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നില്ല. പക്ഷേ അതേസമയം തന്നെ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നൊരു പ്രധാനപ്പെട്ട വിഷയം ഭാഷാദേശീയതകളുടേതായൊരു പ്രശ്നം എന്ന രീതിയിൽ ഉണ്ട്. അപ്പോൾ ലെനിൻ്റെ സ്വയം നിർണയാവകാശത്തെക്കുറിച്ചൊക്കെ ഞാൻ പണ്ട് വായിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കത് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. അതായത് ഓരോ ഭാഷാദേശീയ സമൂഹത്തിലും സ്വയം നിർണയാവകാശം നടത്തിയിട്ട് വേറിട്ട് പോകാൻ ഉൾപ്പെടെയുള്ള അധികാരം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു പ്രമേയമാണ് ലെനിൻ്റെ സ്വയം നിർണയാവകാശത്തെക്കുറിച്ചുള്ളതുള്ളത്. അപ്പോൾ അത് വച്ചിട്ട് ഞാനത് ഇന്ത്യയിലത്തെ സ്വയം നിർണയാവകാശ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രേഖകളിലേക്കൊക്കെ തിരിഞ്ഞ് നോക്കുന്ന ഒരു വലിയ പ്രക്രിയയിലേക്ക് പോയി. അപ്പോഴാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. 1941 കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ പ്രശ്നം ഉന്നയിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. മതപരമായ വിഭജനം എന്ന അതിനെ മറികടക്കാനായി ഭാഷാ സമൂഹങ്ങളെക്കുറിച്ചുള്ളൊരു പഠനം നടത്താൻ വേണ്ടിയിട്ട്, ഇന്ത്യയിലെ ഭാഷാ സമൂഹങ്ങളെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടി അധികാരി എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനും സൈദ്ധാന്തികനും ഒക്കെ ആയിട്ടുണ്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നു. അദ്ദേഹം എന്നിട്ട് 1941 ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ അതിൽ ഈ ലെനിൻ്റെ സ്വയം നിർണയാവകാശ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ അന്ന് 17 വികസിത ഭാഷകളുണ്ടെന്നും അവയ്ക്കെല്ലാം തന്നെ സ്വയം നിർണയാവകാശത്തിന് അധിക അവകാശം ഉണ്ടായിരിക്കണമെന്നും വേറിട്ട് പോകാൻ ഉൾപ്പെടെയുള്ള അവകാശങ്ങൾക്ക് അർഹതയുള്ളവരാണ് അവരെന്നൊക്കെ പറഞ്ഞുള്ള ഒരു റിപ്പോർട്ടാണ് അവതരിപ്പിക്കുന്നത് അധികാരി. ആ റിപ്പോർട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റി 1941 അത് അംഗീകരിക്കും. 1942 നടക്കുന്ന ആദ്യത്തെ
പാർട്ടി കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് 42-ലാണ്, 1942. ആ 42-ൽ ഇത് ഒരു രേഖയായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നു, ഇന്ത്യയിലെ ദേശീയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള രേഖ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ഭാഷാ സമൂഹങ്ങളിലെല്ലാം തന്നെ സജീവ പ്രവർത്തനം നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ചുമതലപ്പെടുത്തുകയും ബംഗാളിലും ആന്ധ്രയിലും കേരളത്തിലൊക്കെ തന്നെ ഭാഷാദേശീയതയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പഠനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ഇവിടെ EMS 1.25 കോടി മലയാളികൾ എന്നുള്ള പുസ്തകം 44-ൽ പ്രസിദ്ധീകരിക്കുന്നു. നവീൻ ബംഗ്ല എന്ന് പറഞ്ഞ അവിടെ ഭവാനി സെന്നോ മറ്റാണ് ബംഗാളിൽ ഒരു പുസ്തകം ഇറക്കുന്നു. ആന്ധ്രയിൽ നമ്മുടെ സുന്ദരിയാണ് തെലുഗു ഇതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം. അങ്ങനത്തെ ഒരു ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് ഞാൻ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്നു. EMS കേരള മലയാളികളുടെ മാതൃഭൂമി എന്നുള്ള, അതെ, ഈ പറഞ്ഞ 1.25 കോടി മലയാളികൾ എന്നുള്ള പുസ്തകം പരിഷ്കരിച്ചതാണ് പിന്നീട് ഈ പറഞ്ഞ കേരളത്തിൻ്റെ ദേശീയ പ്രശ്നം എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ തന്നെ നാഷണൽ ക്വസ്റ്റ്യൻ ഇൻ കേരള എന്ന് പറഞ്ഞ് 51-ൽ ഒരു ഇംഗ്ലീഷ് പുസ്തകം തന്നെ EMS ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വക വിഷയങ്ങൾ മുഴുവനും ഞാൻ അന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും അത് ഇവിടെ ചർച്ചാ വിഷയമാക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്ത് 84-ലാണ് തോന്നുന്നു ഇവിടെ ഒരു ദേശീയ സെമിനാർ എന്നോ പറഞ്ഞുകൊണ്ടൊരു സമ്മേളനം പാർട്ടിയുടെ ഈ ML പാർട്ടിയുടെ മുൻകൈയിൽ സംഘടിപ്പിക്കുകയും അതിൽ ഞാൻ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. രാമേന്ദ്രനും പിന്നെ അന്ന് ജയകുമാറൊക്കെയാണെന്ന് തോന്നുന്നു വേറൊരു നിലപാട് അവതരിപ്പിക്കുന്നു. അങ്ങനെ അതിനെ കേന്ദ്രീകരിച്ച് തുടർന്ന് ഒരു ആശയപരമായ ചേരിതിരിവ് ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. ഞാൻ ഉന്നയിക്കുന്നൊരു തരം വിഘടനവാദം പോലെ ഉള്ളൊരു അപകടം പിടിച്ച സാധനമാണ് പഞ്ചാബ് ആസാം പ്രശ്നങ്ങളെയൊക്കെ അനുകൂലിക്കുന്ന രീതിയിലുള്ള. അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ലെന്നും ഇന്ത്യയുടെ അഖണ്ഡത സംരക്ഷിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ, CPI യും CPM ഒക്കെ ആ നിലപാടെടുക്കുന്നത്. മറ്റേ നിലപാടൊക്കെ അന്ന് ഉണ്ടായിരുന്നു എന്നല്ലാതെ 51-ന് ശേഷം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ആ നിലപാട് പൂർണ്ണമായി അതൊക്കെ കംപ്ലീറ്റ് പൊക്കിക്കളയായത്. അപ്പോൾ ഞാൻ ഉന്നയിച്ചത് അത് തന്നെയാണ്. EMSൻ്റെയൊക്കെ മുന്നിൽ അവതരിപ്പിക്കുക ഏതൊരു ലേഖനത്തിലത് ഞാനത് അവതരിപ്പിക്കുന്നുണ്ട്. ശരിക്ക് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതൊക്കെ മുക്കിക്കളയാണ് ചെയ്തത് ഈ നേരത്തെ. അതുകൊണ്ടാണ് ഒന്നാം പാർട്ടി കോൺഗ്രസിലെ പ്രമേയമാണേ. അപ്പോൾ അതൊന്നും ആർക്കും നിഷേധിക്കാനാകില്ലല്ലോ. അപ്പോൾ ഇത് ഒരു വലിയ വിഷയമായിട്ട് ML പ്രസ്ഥാനത്തിനുള്ളിൽ ഉയർന്നു വരികയും ആ അടിസ്ഥാനത്തിലുണ്ടാകുന്നൊരു വലിയൊരു ആശയപരമായ ചേരിതിരിവ് എന്ന് പറയാവുന്ന ഒന്ന് തന്നെയാണ് അതുള്ളത്. അതിനോടനുബന്ധിച്ചാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടേതായ രീതിയിലുള്ള വിപ്ലവകാരികളുടേതായ രീതിയിലുള്ളൊരു പുതിയ ജനാധിപത്യ പ്രക്രിയയിലേക്ക് മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിലനിൽക്കുന്ന ജനാധിപത്യത്തെ ഭാഗികമായിട്ട് അംഗീകരിക്കുക എന്നുള്ള രീതിയിലാണ് പരിമിത ജനാധിപത്യം എന്നുള്ള ആശയം അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഞാനൊക്കെ അന്ന് അവിടെ ജനാധിപത്യം തന്നെയുള്ളതുകൊണ്ട് അതുകൊണ്ട് തള്ളിക്കളയണമെന്നും തിരഞ്ഞെടുപ്പ് പങ്കെടുക്കാൻ പാടില്ലെന്നുള്ള സമീപനം സ്വീകരിക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ബാസുരേന്ദ്ര ബാബുവൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ബാബുക്ക് ആ പ്രശ്നം ടീച്ചറാണ്. ഈ സാംസ്കാരിക വേദിയുടെയൊക്കെ ജനകീയതയെ അടിസ്ഥാനമാക്കിക്കൊണ്ടൊരു പാർലമെൻ്ററി പാർട്ടി രൂപീകരിക്കുകയും തിരഞ്ഞെടുപ്പ് പങ്കെടുക്കണം എന്നുള്ള നിലപാട് അന്ന് ബാസുരേന്ദ്രബാബുക്ക് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും സജീവമായിട്ട് പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടാനിടയാവുന്നില്ല. അതിന് മുമ്പ് അവരൊക്കെ പോവുകയാണ് ഉണ്ടാകുന്നത്. ആ വിഷയം വേറൊരു രീതിയിലാണ് ഇപ്പോൾ വീണ്ടും ഇവരുടെ ഇതിൽ നിന്ന് പൊന്തി വരുന്നത്. അത് പരിമിത ജനാധിപത്യം എന്നുള്ള ഒരു ആശയം അവതരിപ്പിച്ചുകൊണ്ടാണ് അത് കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനാധിപത്യത്തെ കപട ജനാധിപത്യമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല. പരിമിതമായ ശരിയായൊരു ജനാധിപത്യം ആയിട്ടില്ല. അത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിലെ യഥാർത്ഥ ജനാധിപത്യം ഉണ്ടാവുള്ളൂ. അതാണുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ സമീപനം. അപ്പോൾ ഇവിടെ ഒരു പരിമിത ജനാധിപത്യമുണ്ട്, അത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്, അതിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സമീപനം കൊണ്ടുവരുന്നു. ഞാൻ ഉൾപ്പെടുന്ന ഒരു വിഭാഗം എന്നെ തള്ളിക്കളയുന്നു. ഇവിടെ നിലനിൽക്കുന്ന ഈ കപട ജനാധിപത്യം തന്നെയാണെന്നും അതുകൊണ്ടൊരു വിപ്ലവത്തിലൂടെയുള്ള ഒരു പൊതുജനാധിപത്യ വിപ്ലവം നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുന്ന വിഷയമില്ല എന്ന രീതിയിലുള്ളൊരു സമീപനമാണ് അന്ന് സ്വീകരിച്ചത്. ആ സമയത്താണ് നമ്മൾ ദീർഘമായിട്ട് ഓങ്ങല്ലൂർ പാടത്തിരുന്ന് സംസാരിച്ചിട്ടുള്ളത്. ഈ രണ്ട് വിഷയങ്ങളാണെന്ന് പ്രധാനപ്പെട്ട. അതിനുശേഷം പടർപ്പിന് ശേഷം KVയുടെ സംഘടനയിലാണ് ഞാനൊക്കെ പിന്നെ ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ ഈ പരിമിത ജനാധിപത്യ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് ആ നിലപാട് പരിമിത ജനാധിപത്യം ഉണ്ട് എന്ന് പറയുന്ന ആ നിലപാട് തിരുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ജനാധിപത്യ പ്രക്രിയ ഉണ്ട് എന്ന് തന്നെയാണ്. മാത്രമല്ല ഇന്ത്യയിലെ ഇപ്പോൾ ഞാൻ പലപ്പോഴും അടുത്ത കാലത്തൊക്കെ എഴുതിയ ലേഖനങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന രീതിയിൽ ഇന്ത്യക്ക് അഭിമാനിക്കാൻ വകയുണ്ടെന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാറുള്ളത്. മാത്രമല്ല എൻ്റെ സങ്കീർണതകൾ, അതായത്
ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നൊരു ഇതാണ്. കാരണം ഇത്രയധികം സങ്കീർണതകളുള്ള അതിബൃഹത്തായ ഒരു സമൂഹം, 140 കോടിയോളം ജനങ്ങളുള്ള അനവധി ഭാഷകൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ, ജാതികൾ എന്നുള്ള വൈവിധ്യങ്ങൾ മുഴുവനും സങ്കീർണമായൊരു സമൂഹം. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ വളരെ ചിട്ടയായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നു. അമേരിക്കയിൽ പോലും പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പ് പോലും വേണ്ടത്ര ഭംഗിയായിട്ടല്ല നടക്കണം. അവിടെ ഓരോ ഏരിയയിലും വളരെ സങ്കീർണമായ കുറേ പ്രശ്നങ്ങളും സംഘടന ഇപ്പോഴും ഒരു പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. അത്തരൊരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇതുപോലുള്ള ഒരു പിന്നോക്ക രാജ്യത്തിൽ ഇത്രയധികം ഫലപ്രദമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറഞ്ഞത് വളരെ ഒരു ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം തന്നെയാണ്. ഇവിടുത്തെ ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് പോലും ലോകശ്രദ്ധയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയുടെ കാര്യത്തിൽ ഇന്ത്യ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. ശരിക്കും ഖനികളിൽ ഉരുകിത്തിളയ്ക്കുന്ന ലോഹങ്ങളിൽ നിന്ന് ഒരു പുതുവിഗ്രഹവും ഉയർന്നു വരുന്നില്ല. മലമുകളിൽ നിന്ന് ഒരാളും ഒന്നും പ്രവചിക്കുന്നില്ല. മെഴുകുതിരി പോലെ കത്തുന്ന മുറിവുകളിൽ നിന്ന് ഒരു ദൈവവും എത്തിനോക്കുന്നില്ല. മൗനത്തിൻ്റെ വൈദ്യുതീകരിക്കപ്പെട്ട ഉൾത്തോടിൽ നിന്ന് ഒരിടിമിന്നലും മഴ കൊണ്ടുവരുന്നില്ല. ദൈവവിഗ്രഹം രൂപപ്പെടുത്തുന്ന വിരലുകൾ വിഗ്രഹമുഖത്ത് പിശാചിൻ്റെ കണ്ണുകൾ കണ്ട് അമ്പരന്ന് പതറുന്നു.